ഹമാസ് തലവൻ ഒളിച്ച ആശുപത്രിയിൽ വേഷം മാറിയെത്തി ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ ഓപ്പറേഷനിൽ ഞെട്ടി ഇറാൻ ഭരണകൂടം. മാസങ്ങളായി IDF തിരയുന്ന ഭീകരനെയാണ് ഒടുവിൽ ആശുപത്രിയിൽ കയറി തീർത്തത്. ഒക്ടോബർ 7 ആക്രമണം ആസൂത്രണം ചെയ്ത മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ജലാംനെഹിനെയാണ് വെസ്റ്റ് ബാങ്കിലെ ജനീനിലുള്ള ഇബിൻ സിന ആശുപത്രിയിൽ കയറി കൊന്നുതള്ളിയത്. ഇറാൻ ഭരണകൂടവുമായും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഭീകരനാണ് ഇയാൾ. ഒക്ടോബർ 7 ആക്രമണം ആസൂത്രണം ചെയ്യാൻ ബെയ്റൂട്ടിൽ നടന്ന ചർച്ചയിൽ മുഹമ്മദ് പങ്കെടുത്തിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഇസ്രയേൽ സൈന്യത്തിന്റെ കരുത്തും ആസൂത്രണ മികവും വ്യക്തമാക്കുന്ന മറ്റൊരു ഓപ്പറേഷനാണ് ആശുപത്രിയിൽ നടന്നത്. ആയുധധാരികളായ സൈനികർ, ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെ വേഷത്തിൽ ആശുപത്രിയിലെത്തി 3 ഹമാസ് ഭീകരരെയാണ് കൊന്നുതള്ളിയത്. സൈലൻസർ ഘടിപ്പിച്ച തോക്കുകളുമായായിരുന്നു സൈന്യം എത്തിയത്. വെളുത്ത കോട്ട് ധരിച്ചെത്തിയവർക്കൊപ്പം വീൽ ചെയറിൽ ഇരിക്കുന്ന രോഗികളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഭാഗവും സൈനികർ തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചു. ഓപ്പറേഷൻ പൂർത്തിയാകുന്നതുവരെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല. ചിലർ കൃത്രിമ താടി വെച്ച് മുസ്ലിം മതവിശ്വാസികളുടെ വേഷത്തിലെത്തിയപ്പോൾ മുസ്ലിം വനിതകൾ ധരിക്കുന്ന ബുർക്ക ഉൾപ്പെടെയുള്ള വേഷങ്ങൾ ധരിച്ചും സേനാംഗങ്ങൾ ഓപ്പറേഷന് എത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ജനീനിലുള്ള ഇബിൻ സിന ആശുപത്രിയിലായിരുന്നു പിഴവില്ലാത്ത ഈ ഓപ്പറേഷൻ നടന്നത്. ഡോക്ടർ ഡെത്ത് എന്ന നാമകരണം ചെയ്ത ഈ ഓപ്പറേഷനിൽ നഴ്സുമാരുടെ വേഷത്തിൽ എത്തിയ വനിതാ സൈനികരും പങ്കെടുത്തിരുന്നു. ചൊവ്വാഴ്ച വെളുപ്പിന് നടത്തിയ ഓപ്പറേഷനിൽ 3 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേലി സൈനിക വൃത്തങ്ങൾ തന്നെയാണ് അറിയിച്ചത്. വെറും 10 മിനിറ്റ് മാത്രമാണ് ഈ ഓപ്പറേഷൻ നീണ്ടുനിന്നത്. ആശുപത്രിയിലെ റീഹാബിലിറ്റേഷൻ വാർഡിന്റെ ചോര പുരണ്ട ചുമരുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗമാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഇബിൻ സിന ഹോസ്പിറ്റലിന്റെ 3ാം നിലയിൽ 3 ഹമാസ് കമാൻഡർമാർ സുരക്ഷിതമായി ഇരിക്കുന്നു എന്ന ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഈ ഓപ്പറേഷൻ. ജനീനിലെ അൽഖസം ബ്രിഗേഡ്സിന്റെ നേതാവും വക്താവുമായ മുഹമ്മദ് ജലാംനെഹ് മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഹമാസും ചിറകറ്റ് നിൽക്കുകയാണ്. കാരണം ഇതിനോടകം ഹമാസിന്റെ പല നേതാക്കളെയും കൊന്നൊടുക്കിക്കഴിഞ്ഞു ഇസ്രയേൽ. ഇനിയുള്ള നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങരുതെന്നും ഒളിവിൽ പോകണമെന്നും ഹമാസ് തലവന്മാർ നിർദ്ദേശം കൊടുത്തിരുന്നു. അങ്ങനെ ഒളിവിലായിരുന്ന മുഹമ്മദിനെയും ഒടുവിൽ തീർത്തു കെട്ടി. ഇതോടെ ആസൂത്രണം നടത്താൻ നേതാക്കന്മാർ ഇല്ലാത്ത അവസ്ഥയിലാണ് ഹമാസ്.